ഹലോ, നമ്മുടെ വീട്ടിലത്തെ ഇന്നത്തെ പൂക്കളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൂക്കളം നമ്മൾ എങ്ങനെ ഇട്ടതെന്ന് കണ്ടു നോക്കിയാലോ. വേറെ ഒന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് ഡിസൈനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ കയറിയിട്ട് കുറച്ചധികം പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങാനാറിയൊക്കെ ആ ചെടീൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 3 ടൈപ്പ് മാങ്ങാനാറുകളാണ് ഉള്ളത്, 3 കളറാണുള്ളത്. അതൊന്നും എല്ലാത്തിനും ഞാൻ അറിഞ്ഞും മുറിഞ്ഞും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കാശിത്തുമ്പ് പറിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഏതൊക്കെയൊക്കെ ചെടികളൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പേരറിയാത്ത ഈ ഒരു പൂക്കളും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ അത് പൊട്ടിച്ചെടുത്തുള്ളൂ. കുറേ പൂക്കളുള്ള ഒരു ചെടിയാണ് കേട്ടോ അത്. അപ്പോൾ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ പൂക്കളിടാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു ചാണകണ്ട വയ്ക്കും കേട്ടോ എപ്പോഴും. പക്ഷേ ഇന്ന് അത് വെച്ചപ്പോൾ എന്തോ ഒരു അപാകത പോലെ തോന്നിയതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കുഞ്ഞുപൂക്കൾ സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഏറ്റവും നടുക്കിൽ വെക്കാൻ ഉദ്ദേശിച്ച് പൂ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ പൂക്കൾ പൊട്ടിച്ചില്ല, വെള്ള പൂക്കൾ പൊട്ടിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ നമ്മൾ മഞ്ഞപ്പൂക്കൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. കാശിത്തുമ്പ് വേണോ, പോപ്പിച്ചെടീൻ്റെ പൂ വേണോ, അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഒത്തിരി സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പൂക്കളിട്ട്. എനിക്ക് 1.5 മണിക്കൂർ വേണം ഒരു കുഞ്ഞു പൂക്കളിട്ട് തീരാൻ. എത്ര സമയം എടുത്ത് പൂക്കളിട്ടാലും ചിലപ്പോഴൊക്കെ പൂക്കളങ്ങൾ ഒരുപോലെ തന്നെ തോന്നും കേട്ടോ. അത് വെറും സ്വാഭാവികമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ ഞാൻ ഓരോരോ പൂക്കളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഭംഗി നോക്കിയിട്ട് ചേരുമോ ഇല്ലേ എന്നൊക്കെ ഞാൻ കുറേ നേരം നോക്കിയിട്ടോ പൂക്കളെന്ന്. ഇന്നപ്പോൾ നമ്മൾ വെറൈറ്റി ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊരു കോലൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചിത്രപ്പണിയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പൂക്കളിടാൻ പോകണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഈ ഓണത്തിന് പറ്റിയ ഓർണമെൻറ്റ്സും എൻ്റെ ഓണക്കോടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1-2 ക്രാഫ്റ്റും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. സമയം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും സമയം കിട്ടിയാൽ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ പൂക്കളത്തിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബാക്കി വീഡിയോസും കൂടി ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ പൂക്കൾ എങ്ങനെയാണ് കേട്ടോ, കുറച്ച് അവിടെയും ഇവിടെയും കുഴപ്പങ്ങളുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണം. അതുപോലെ തന്നെ എനിക്ക് പൂക്കളിട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, ബാക്കി ഒരു പൂവും കളയാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടിയും കുത്തിത്തിരിക്കാൻ നോക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിയിട്ട് അതിനെ വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തായാലും കുറച്ച് പൂക്കളുള്ളത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂക്കളം എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വേറെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.